ഇരിക്കുക. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വാക്യം എടുത്ത് ചുരുക്കത്തിലുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 2:13 വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ദൈവമേ, ഈ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നത്. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അത് അടിയനും കേൾക്കുന്നവർക്കും ജീവിതത്തിന്റെ വിടുതലായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ആലോചനകളോ ബുദ്ധികളോ ഒന്നും കടന്നു വരാതെ ദൈവ സ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറവുകൾ ബലഹീനത ദൈവം ക്ഷമിക്കണം. കടന്നു വന്ന ദൈവമക്കളെ ഒരുപോലെ എന്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തൻ. നമുക്ക് സുപരിചിതമായൊരു വാക്യമാണ് പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം എപ്പോഴും സാക്ഷ്യം പറയാൻ പോകുന്നതൊക്കെ പറയുന്നതിന്റെ കാരണം ഞാൻ ഒത്തിരി അവിശ്വസ്തത കാണിച്ചപ്പോഴും വിശ്വസ്തനായ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ്. ശിവാഭിപ്രായമായിട്ട് തന്നെ പാസ്റ്ററുമായിട്ട് തന്നെ ഏകദേശം ഒരു 8 വർഷത്തിന് മുമ്പാണ് തോന്നുന്നു ഞങ്ങൾ പരിചയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഈ ദൈവവേലയായിട്ടൊക്കെ കുറച്ചുകൂടെ ബന്ധപ്പെട്ട് നിന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഏതവസ്ഥയിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സേവ്യർ പാസ്റ്ററുമായിട്ട് കാണുമ്പോൾ എൻ്റെ തുടക്കത്തിൽ ഞാൻ സ്നാനം എടുക്കുന്നതിന് മുമ്പൊക്കെയാണ് പാസ്റ്ററെ കാണുന്നത്. ഞാൻ 2007 ആണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനന്ന് ഇങ്ങനെ എനിക്ക് അറിയത്തില്ല, ഞാൻ ഈ സമുദായത്തിൽ നിന്ന് മാറിയിട്ട് എവിടെ പോകണം, എങ്ങനെ പോകണം. ഞാനിവിടെ ചട്ടമ്പൂരിൽ ഒരു ദിവസം പോകും, ഷാരോയിൽ ഒരു ദിവസം പോകും, TPM ഒരു ദിവസം പോകും. ഇങ്ങനെ നടന്നു. ഞാൻ ഇതാ സത്യം എന്ന് മനസ്സിലായി. വീട്ടിലിട്ട് പറ്റത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പള്ളിയുടെ മുമ്പിലായതുകൊണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മ ഒത്തിരി സഭാവിശ്വാസി ആയതുകൊണ്ട് ആരാധന പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ആഗ്രഹം. കാരണം സാക്ഷ്യം പറഞ്ഞ സമയം ഇപ്പോൾ എന്തായാലും ഞാൻ പറയുകയാണ്, ഞാൻ നല്ലൊരു മദ്യപാനിയായി കൊട്ടാരക്കര നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 20-ാം വയസ്സ് മുതൽ മദ്യപാനി ആവാനുണ്ടായ കാരണം വീട്ടിലുണ്ടായ ഒരു വലിയ തകർച്ചയാണ്. എൻ്റെ ഫാദർ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ 50 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു. KSR സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്ന കട. ഞങ്ങൾ എപ്പോഴും ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും മദ്യപാനികളായിരുന്നു. അപ്പനും മക്കളും എല്ലാം. അപ്പൊ നല്ല മദ്യപാനിയായിരുന്നു. അപ്പൊ അപ്പൻ മദ്യപാനം ഉണ്ടായ കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പന്റെ പെങ്ങന്മാര് ചതിച്ചു, ചേട്ടൻ ചതിച്ചു, കാരണങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഈ മദ്യപിക്കുന്നതിന് എല്ലാത്തിനും നമുക്ക് കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാരണമല്ല, ദൈവം തൊട്ടാലേ ഇത് മാറത്തോടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങളുടെ വീട് പടിഞ്ഞാറത്തിരുവിലാണ്, കൊട്ടാരക്കര കിഴക്കേ തിരുവില്. സകലതും വിൽക്കേണ്ടി വന്നു. വാടകയ്ക്ക് തൃക്കണമെങ്കിലാണ്, അതായത് സാൻ ചന്ദ്രശേഖർ പാസ് താമസിച്ചിരുന്ന വീട് ഒഴിയുമ്പോൾ അതിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു മാർത്തോമ ചർച്ച്, ഒരു ഇവാഞ്ചലിക് ചർച്ചിന്റെ പാഴ്സനേജില്. ശരിക്കും അവിടെ ആ പാസ് മറന്നിട്ട് പോയ ചില ബുക്കുകളാണ് എന്നെ, ആ അലമാരിയിൽ 1-2 ബുക്കുകളാണ് എന്നെ വിശ്വാസം ഉറപ്പിച്ചത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അദ്ദേഹം ആ പാഴ്സനേജിൽ താമസിച്ചിരുന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സമയത്ത് സകലതും വിറ്റ് നിൽക്കുന്ന സമയത്ത് എന്റെ മദ്യപാനം നല്ല രീതിയിലേക്ക് പോയി. ഫാദർ വീടെല്ലാം വിറ്റ് കടങ്ങളൊക്കെ തീർത്തി നിൽക്കുന്നു. ഒരു പ്രതീക്ഷയില്ല. ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറഞ്ഞിട്ട് നല്ല കുടുംബത്തിലായിട്ട് ഭയങ്കര അഭിമാനം. പ്രൈസ് ദി ലോർഡ്. വാടകയ്ക്ക് പോകുന്നത് നാണക്കേട്, ആത്മഹത്യ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചിന്തയിലാണ് അമ്മ നിൽക്കുന്നത്. കാര്യം അമ്മയുടെ ആങ്ങള പിന്നെ അധ്യാപകനാണ്, നല്ല ജോലിക്കാരാണ്. അവരുടെ എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും വാടകയ്ക്കില്ല. ഇപ്പോഴും ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ആരും വാടകയ്ക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ. പ്രൈസ് ദി ലോർഡ്. അതിവിശുദ്ധമായ രീതിയിൽ സമുദായ പ്രേമവും പ്രാർത്ഥനയും മാത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്താണ് ഒരു ദേവദാസൻ എന്നെ കാണാൻ ഇങ്ങനെ വരുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഈ മദ്യപിക്കുന്ന സമയത്തും എന്നെ ആകാശ് ഭാഗയിൽ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴും, ഞാൻ ഒരു ബോധമില്ലാതെ പോകുമ്പോഴും തന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സ്നേഹിച്ച് കിടത്തി. എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കിടത്തിയൊക്കെ ചെയ്ത ആ ഒരു സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും സുവിശേഷം പറയാൻ പോകുമ്പോഴേ ഞാൻ വചനമല്ല ആദ്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു മദ്യപാനിയാണെങ്കിൽ അവരുടെ കൂടെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങൾ എന്താ, ചിലപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്ത്, ചിലപ്പോൾ പല ആവശ്യങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷം പറയുന്നതുകൊണ്ട് അങ്ങനെ അത് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ എങ്ങനെ വന്നതെന്നറിയാം. എൻ്റെ കൂടെ വന്ന പലരും പറയും, അവനെ അങ്ങ് വിട്ടേരെ, നമ്മൾ ഇത്രയും നാൾ പോയില്ലേ എന്ന്. കാരണം അങ്ങനെ ഒരു 7 വർഷം വരെ എന്നെ വിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നില്ല. ഇന്നിവിടെ ഈ അവസ്ഥയിലല്ലായിരുന്നു ഈ ഭൂമിക്ക് മീതെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് കൊട്ടാരക്കര ഒരു സാക്ഷ്യമായിട്ട് തന്നെ എപ്പോഴും നിൽക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തെ 2-3 പ്രാവശ്യമൊക്കെ പറ്റിച്ചു കളഞ്ഞു. യോനായ്ക്ക് 2ാമത് അരുളപ്പാടുണ്ടായപ്പോൾ വീണ്ടും മടങ്ങി പിന്നെ നിലവിലേക്ക് വന്ന്. ഞാൻ 3-4 ഒന്നും അല്ല, അങ്ങ് പോയി കുറെ അതിനകത്ത്. 2007 തിയോളജിക്കൽ സെമിനാരിയുടെ സ്നാനക്കുളത്തിൽ വെച്ച സ്നാനപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം കൊട്ടാരക്കര വെച്ച് സ്നാനപ്പെടത്തില്ലെന്ന് പറഞ്ഞ ഇന്ന ആളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ PG അങ്കിളിന്റെ ഒരു മീറ്റിംഗ് എല്ലാം കൂടെ നടന്നു. അപ്പൊ അന്നേരം എനിക്ക് സ്നാനപ്പെടണമെന്ന് തോന്നി. അന്നേരം തലേന്ന് നമ്മുടെ തിയോളജിക്കൽ സെമിനാരിന്റെ സ്നാനക്കുളം, പിന്നെ എനിക്ക് ആ പാസ്റ്ററെ ഓർക്കുന്നില്ല, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ പാസ്റ്റാണ്.
സ്നാനം നടന്നപ്പോൾ നാളെ ചിലപ്പോൾ ആർക്കെങ്കിലും സ്നാനപ്പെടണമെങ്കിൽ അന്നത്തെ മീറ്റിംഗ് അവിടെ നാളെ കൂടിയതുകൊണ്ട് ഹെപ്സിമയുടെ മീറ്റിംഗ് അവിടെ നടത്തിയത് അതിനകത്ത് സ്നാനപ്പെടണമെങ്കിൽ അപ്പച്ചൻ്റെ തോന്നലുണ്ടായിട്ട് നിർത്തിയതാണ് പിറ്റേന്ന് സാക്ഷ്യം പറഞ്ഞത്. എനിക്ക് ആ മെസ്സേജ് കേട്ട് കുത്തുകൊണ്ട് ഞാൻ പലരെയും അതിനു മുമ്പേ സുവിശേഷം പറഞ്ഞ് സ്നാനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ സ്നാനപ്പെടത്തില്ല. കാര്യം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ന്യായീകരണം പറയുന്നത് സ്നാനപ്പെട്ട വിശുദ്ധിയോടെ ജീവിക്കണം, സ്നാനപ്പെട്ട എങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അന്ന് വചനം കേട്ട് അവിടെ വെച്ച് ഞാൻ സ്നാനം എടുക്കുന്നു. പ്രൈസിലോടെ ആ സ്നാനം എടുത്ത് വീണ്ടും വന്ന് നല്ല വിശുദ്ധിയിൽ നല്ല വേർപാടിലൊക്കെ നിൽക്കുന്ന സമയത്ത് പ്രൈസിലോട് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ അമ്മയ്ക്ക്. വേറെ എന്ത് എന്നാലും പെന്തക്കോസ്തിൽ പോകുന്നത് പ്രൈസിലോട്. ആ ഒരു പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ ഒളിച്ച് വാസു പറഞ്ഞോളെ ഇങ്ങനെ വീണ്ടും അലഞ്ഞ് തിരിഞ്ഞ് സഭയ്ക്ക് അടുത്തുള്ള അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഏതെങ്കിലും ചർച്ചിൽ പോയി അന്നേ വീട്ടിൽ അറിയിക്കും പ്രൈസിലോട്. അച്ഛന്മാർ പുറമെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാര്യം അതുവരെ വേണ്ടാത്ത അച്ഛന്മാർക്ക് അന്നേരം നമ്മളങ്ങ് വേണം. ഭയങ്കര സ്നേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? വീട് തകർന്ന് മൊത്തം തകർന്നപ്പം പാവപ്പെട്ട ഒന്നിനൊരു ദൈവദാസന്മാർ എറണാകുളത്ത് വന്നൊരു ദൈവദാസന മദ്യപിച്ച് അവിടെ കിടന്നപ്പോൾ നോക്കാൻ ഇവർ ആരുമില്ല. ഇവർ പറഞ്ഞത് ശാപമാ, പാപം ചെയ്തേ. അങ്ങനെ പാപം ചെയ്തതല്ല, കർത്താവ് ഇങ്ങനെ കൊണ്ടുവരണമായിരുന്നു. പ്രൈസലോട് കർത്താവിനൊരു വഴിയിലേക്ക് ഒരാളെ കൊണ്ടുവരണം. പ്രൈസലോട് ആ മുഴു ലോകത്തെക്കാളും വലുതാണ് ആത്മാവെന്ന് പറയുമ്പോൾ ഓരോ അവസ്ഥയിൽ കൂടി കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രൈസലോട് എന്താ ഇങ്ങനെ സംഭവിച്ചേ, പാരമ്പര്യ ശാപം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു നിൽക്കുന്നെങ്കിലും ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസലോട് ഏത് വഴിയിലായാലും കൊണ്ടുവരും. പ്രൈസലോട് കാരണം ഞാൻ ഈ സുവിശേഷ വിരോധിയായിട്ട് അവിടെ പള്ളിയിൽ അച്ഛന്റെ കൂടെ നിന്നുകൊണ്ട് ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഉപദേശിമാരെ പിടിക്കാൻ നടന്ന ഒരാളായിരുന്നു ഒരു സമയത്ത്. അച്ഛൻ അവസാനം എന്നെ ശപിച്ചിട്ടാ പോകും. ഞാൻ പാസ്റ്റോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, റംബാച്ചനായിട്ട് കൊട്ടാരക്കര SC കോളേജിൽ എന്താ PC ജോണത്തിൽ സാറിന് അറിയായിരിക്കും, സ്ത്രീയൊക്കെ പഠിപ്പിച്ച് എന്നെ അവസാനം ശപിച്ചു. നീ ഗതി പിടിക്കത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല, നീ പെന്തക്കോസ്തുകാർ. കാര്യം അച്ഛൻ്റെ കൂടെ 8 വർഷം ദേറായാലും ശുശ്രൂഷയിലും എല്ലായിട്ട് നിന്നതാ പ്രൈസിലോട്. അപ്പൊ അങ്ങനെ അവസാനം പറഞ്ഞിട്ട് പോയി. അപ്പോഴും എനിക്കറിയാം സത്യം ഇതാണ്. പക്ഷെ കുറച്ച് അന്നേരം നിൽക്കുന്നില്ല പ്രൈസിലോട്. കാരണം എന്താ, ഈ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പറയുവാണ്, എപ്പോഴും പിശാച് ദൈവമക്കളെ എന്നോട്ട് എന്ന് വീഴിക്കണമെന്നാണ് പ്രൈസലോട്. ഹല്ലേലൂയ. ശിംശോൻ ഒത്തിരി അഭിഷേകം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയും പ്രൈസലോട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ തുടക്കമല്ല ഒടുക്കമാണ് നോക്കേണ്ട പ്രൈസലോട്. ആ ദലീലയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്തിട്ട് ഫെലിസ്ത്യനെ കുന്ന് 2 എന്നൊക്കെ പറഞ്ഞ് തകർത്തെന്ന് പറഞ്ഞിട്ട് ഷൈജു 500 പരസ്യോഗം നടത്തെന്ന് പറഞ്ഞിട്ട് നാളെ ഇല്ലെങ്കിൽ തീർന്നു. ശലോമോൻ ഇറങ്ങി എല്ലാ അനുഗ്രഹവും കൊടുത്ത് അവനെ പോലെ. ഹല്ലേലൂയ. ഞാൻ ഈ സഭാപ്രസംഗം വായിക്കുമ്പോൾ കിട്ടിയ സ്വത്തുക്കളുടെ ഇതിന്റെ കണക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല പ്രൈസലോട്. ഏറ്റവും അവസാനം ഇതെല്ലാം സംഭവിച്ച് മൊത്തം നിശ്ചയിച്ച് പറയാം, മായ സകലതും മായ. നമ്മൾ ഓടുക. നമ്മൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അവസ്ഥയെ കൊണ്ട് പറയുന്നത് ഓടി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്നാനപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്ന് പല ദൈവദാസന്മാർ ദൂത് പറയുന്നുണ്ട്. സ്നാനപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ പിന്നെ ആഴ്ചയിൽ വർഷമാണെന്ന് ബ്രദർ ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നപ്പോൾ പൗലോസ് രാമേശ്വരം പാസ്റ്റർ അവിടെ ശുശ്രൂഷിക്കാനായിട്ട് അമ്മാമ്മയായിട്ട് കടന്നു വന്ന സമയത്ത് ഞങ്ങളെല്ലാം കൂടെ പോയി. ഇപ്പം റൈച്ചാനൊക്കെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവുക. ഷാജി മാറാന്നാണ് ഇപ്പോൾ ഹാർവെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കൂടെ നിൽക്കുന്നു. അതെനിക്ക് അറിയത്തില്ല, ഞാൻ സ്നാനം എടുത്തിട്ടില്ല. ഈ ഇവിടെ കുറെ പ്രാർത്ഥനയ്ക്ക് എന്നെ അവിടെ ഇവിടെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പ്രൈസിലോട്. അവിടെ ഇത് തലയിലൊക്കെ കഴിച്ച് ദൂതൊക്കെ പറയുന്നത് എന്തോന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വെച്ചത് എല്ലാ പെന്തക്കോസ്തിന്റെ മീറ്റിങ്ങിനും ഉള്ള ഒരു സംഭവമാണ്. ചിലയിടത്തുണ്ട് ഇങ്ങനെ. അപ്പം ഒരു ദൈവദാസൻ അന്ന് പറയുകയും ചെയ്ത് അവസാനത്തെ മീറ്റിങ്ങിന് ഇച്ചിരി ഒരു ഇളക്ക് നാളെ വേണമെന്നൊക്കെ ഇങ്ങനെ നമ്മളിതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉപവാസപ്രാർത്ഥന അവസാനം ചെല്ലുമ്പോൾ ഒരു ഇച്ചിരി ഇളക്കൊക്കെ വേണം, എന്നാലേ അവർ ആളുകൾക്ക് ഒരു ഉഷാറാവത്തുള്ളൂ. ഇങ്ങനെയൊക്കെ അവരുടെ കുറ്റമല്ലി പറയും, നമ്മളെയൊക്കെ ഉറപ്പിച്ച് നിർത്താനായിരിക്കും പ്രൈസിലോട്. എന്തായാലും അവിടെ വെച്ച് വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക പ്രധാന ഹാളി കൊട്ടാരക്കര. അപ്പം അവിടെ നിന്നുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് എൻ്റെ ഷർട്ടിൻ്റെ കണ്ടുപോലെ വിളിച്ചിട്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. പ്രൈസിലോട് വിളിച്ച് അവിടെ നിർത്തി എന്നോട് ഈ ദേശത്തിന് വേണ്ടി സുവിശേഷം പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്ത പറയുന്നത് ആദ്യം പേടി. കാര്യം പറഞ്ഞാൽ ഇതെങ്ങാണെങ്കിൽ വീട്ടിൽ വന്ന് ആരോടെങ്കിലും പറയാം, 1/2 കിലോമീറ്റർ അപ്പുറമല്ലുള്ള വീട്. എങ്ങനെയായാലും നിന്ന് ഇറങ്ങി വന്ന ഉടനെ ഈ ഷാജി മാറാനാഥയും ഈ ജിജി പണിക്കർ പാസ്റ്ററുടെ കുണ്ട്രയിലുള്ള പാസ്റ്റർ ഇവരെല്ലാം കൂടെ പറഞ്ഞ് പൗലോസ് പാസ്റ്റർ കൈ വെച്ചിട്ടുണ്ടോ, ദൈവവേല ചെയ്തേ പറ്റൂ, ഇനി ഓറഞ്ച് കച്ചവടം അല്ല ഇനി ഏത് കച്ചവടം ചെയ്താലും പൗലോസ് പാസ്റ്റർ തലേ കൈ വെച്ചിട്ടുണ്ടോ ഇത് ചെയ്യുമെന്ന്. അന്ന് മുതലൊരു പേടി ഉണ്ടായിരുന്നു പ്രൈസിലോട്. കാര്യം പിന്നെ ഞാൻ ഈ പൗലോസ് പാസ്റ്റർ പല സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ വിശ്വാസം ഈ പാസ്റ്റർ ദൈവത്തെ കണക്ക് പഠിപ്പിച്ച കണക്ക് കച്ചവടം ചെയ്ത് ലാഭം കൊടുത്താൽ ദൈവവേല ചെയ്യാമല്ലോ, ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. സുശേഷകർക്ക് സഹായിച്ചാൽ മതി. ഇപ്പം 4 ദൈവദാസന്മാർക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുശേഷകരായിരിക്കും. എനിക്ക് വേറെ സംഭവമില്ല, എളുപ്പ വഴിയല്ലേ പ്രൈസിനോട്. നമുക്ക് പോരാളിയാവാം. അവിടെ പാസ്റ്റർമാർ കഷ്ടപ്പെട്ടോട് കർത്താവിനെ പറ്റിച്ചതാ ഞാനും പ്രൈസിനോട്. കർത്താവ് എന്തായാലും ആ സമയത്ത് സകലതും കളഞ്ഞു വന്നത് കൊണ്ടായിരിക്കാം കൊട്ടാരക്കരെ നല്ല രീതിയിൽ ബിസിനസ് അനുഗ്രഹിച്ച് പോയ വസ്തുവും വീടും എല്ലാം. ആ വീട് പള്ളിയുടെ ഇച്ചിരി ദൂരോട്ടായിരുന്നു, പിന്നെ വന്നപ്പോൾ ഇച്ചിരി അടുത്തായിപ്പോയി. ഞങ്ങളുടെ അമ്മയുടെ നിർബന്ധത്തിലൊക്കെ ചെയ്തു പോയതാ പ്രൈസിനോട്. നഷ്ടപ്പെട്ടതിന് എല്ലാം നല്ല രീതിയിലേക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഈ പോയവരെല്ലാം ഇനി അടുത്ത് കൂടി കാര്യങ്ങളൊക്കെ അവർ കുറച്ച് നമ്മുടെ വിശ്വാസം കേട്ട് ഒരു സമ്മിശ്ര ജാതിയെ പോലെ ഞാനും ഒന്നായിപ്പോയി. ഇതിലുമായൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പിന്നെയും പോയി അതിനകത്ത്. പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കും പ്രൈസിനോട്. ഞാനും ഈ കൊട്ടാരമുള്ള അനേക ദൈവദാസന്മാർ 2007 2008 ഒക്കെ ഇറങ്ങിയ പല ദൈവദാസന്മാരെയൊക്കെ അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും പിറകിൽ
എനിക്ക് അറിയപ്പെടണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പ്രൈസലോട് ആ ദൈവസന്നിധി നിൽക്കാൻ പറ്റിയില്ലല്ലോ. അത്രത്തോളം നിന്നായിരുന്നെങ്കിൽ ദൈവം എന്തൊക്കെ ചെയ്തേനെ. ഇപ്പോഴും ഇത്രത്തോളം അവിശ്വസ്തനായി നിന്നപ്പോഴും ഈ വിശ്വസ്തനായ ദൈവം എവിടെയൊക്കെ താങ്ങി. പ്രൈസലോട് 2009 മുതൽ ഞാൻ സുവിശേഷത്തിന് മീറ്റിങ്ങുകൾക്കും പോവും, പള്ളിയിലും പോവും, കച്ചവടം ചെയ്യും. എങ്ങനോ ദൈവം എന്നെ അനുഗ്രഹിച്ചു. വീടായി, വസ്തുവായി, കാറായി, കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അന്നത്തെ കുറച്ച് പഠിത്തം ഇതൊക്കെ അനുഗ്രഹിക്കുന്നു. ശപിക്കപ്പെടുവോ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവോ? അനുഗ്രഹം മൊത്തം ഇതാ, നിന്റെ വാലല്ല തലയാക്കും. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇറങ്ങി വരുന്നവരെല്ലാം ഇങ്ങനെ പ്രലോഭിച്ചുവാ കൊണ്ടുവരുന്നത്. അത് ഞാൻ എപ്പോഴും പറയും, വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് കൃത്യമായി എല്ലാം തരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. വശീകരിച്ചാൽ കൊണ്ടുവരുന്നത് മരുഭൂമിയിലെല്ലാം ഉണ്ടെന്ന്. പക്ഷെ മരുഭൂമിയിൽ ഇത്രയും കഷ്ടപ്പാടാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് വേണ്ടായിരുന്നു, ഇത് തന്നെ അബദ്ധമായി പോയല്ലോ, ഞാനിത് അറിയണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാനിത് ചിന്തിച്ചു പോയി. അവസാനം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് പ്രൈസിലോട് വന്ന് സുവിശേഷമെല്ലാം നിൽക്കുന്ന സമയത്ത് ഞാനങ്ങ് ശരിക്കും പിന്മാറ്റത്തിലേക്ക് കുറച്ച് ബിസിനസ് വർദ്ധിക്കുന്നതനുസരിച്ച് 2 ലക്ഷം 3 ലക്ഷം രൂപ ബിസിനസ് വർദ്ധിക്കുന്നതനുസരിച്ച് അങ്ങനെ കൊട്ടാരക്കരയിൽ ഒരു ദൈവാസൻ ശിവാജി പാസ്റ്റർക്ക് അറിയാം. പിന്നെ അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞ് കൊട്ടാരം എന്ന് പറഞ്ഞ് ഈ അമ്പലത്തക്കാരിലൊക്കെ ഒത്തിരി ആളുകളെ മനസ്സിൽ കൊണ്ടുവന്നൊരു ദൈവാസന. അദ്ദേഹം വന്ന് കടയിൽ ഇങ്ങനെ വരും. ഈ മറ്റേ ഹെപ്സീവ നടത്തിയ പാസ്റ്റർ അവരെല്ലാം എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ വന്ന് എന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. കടയിൽ വന്നിട്ട് നാരങ്ങോളം കുടിക്കും, വീണ്ടും ഇവിടെ നിൽക്കും. അപ്പോഴിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 20 പ്രാവശ്യം എന്നെ ചർച്ചിലേക്ക് വീണ്ടും വിളിച്ച്. അപ്പോഴെല്ലാം ഞാൻ ഞായറാഴ്ച വരാമെന്ന് പറയും. ബാക്കി പാസ്റ്റർമാർ ഞായറാഴ്ച വരാമെന്നുകൊണ്ട് ചെന്നില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ആഴ്ച മിണ്ടത്തില്ല. ഈ മനുഷ്യൻ പിന്നെയും വിളിക്കും. അങ്ങനെ വീണ്ടും ഞാൻ ഒരു ദിവസം പറഞ്ഞ് രാവിലെ കച്ചവടമുണ്ട്. അങ്ങനെ 10:30 മണിക്ക് വീണ്ടും അവിടെ വീണ്ടും ചെന്ന് എന്തായാലും പ്രൈസിലോട് ആ ദൈവത്തിലേക്കുള്ള വീണ്ടും ഒരു താല്പര്യത്തിലൊക്കെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളുമായി വന്നു. ആ സമയത്ത് 2013 അവസാനം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ സ്നാനം എടുത്തില്ലായിരുന്നു. ഭാര്യയും സ്നാനം എടുത്തു. ആ സ്നാനം എടുത്ത് കറക്റ്റ് 1 മാസം തികഞ്ഞില്ല, എൻ്റെ വീഴ്ച തുടങ്ങി. ഇവിടെ സ്നാനം എടുത്ത സകലത് നേരെയാവുന്നു പറഞ്ഞ് ഇന്ന് ഇവിടെ പാസ്റ്റർമാർ ആളുകളെ ഒരു അമ്മച്ചിയെ കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സ്നാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, കൊട്ടാരക്കരയിലുള്ള ആ മകൻ മദ്യപാനത്തിൽ നിന്ന് മാറണമെങ്കിൽ സ്നാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ അമ്മ അവസാനം വന്ന് പറഞ്ഞു. പക്ഷെ മകൻ മാറി ഇപ്പം പ്രൈസിലോട്. പക്ഷെ അതിനുവേണ്ടി അല്ലെങ്കിൽ കൊച്ചിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഓരോ പ്രശ്നം ഇപ്പം എൻ്റെ വൈഫിൻ്റെ അമ്മ എടുത്തിട്ട് ദിവസം വന്ന് പറഞ്ഞു, നിങ്ങളുടെ മോന് വിദേശത്തേക്ക് ഉള്ള തടസ്സം സ്നാനം ചെയ്യാറുണ്ട്. ഈ അടുത്ത സമയത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പം പ്രൈസിലോട്. അപ്പൊ ഇങ്ങനെ തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ പഠിച്ച് നമ്മളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയത്താണ് പ്രൈസിലോട് ഇങ്ങനെ പോകുന്നു, കാര്യങ്ങൾ വന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞത് 3 വർഷമേ ആവുള്ളൂ. വളരെ സാമ്പത്തിക ടൈറ്റിലേക്ക് വന്ന് കടങ്ങളായി. കടങ്ങളെന്ന് പറഞ്ഞ് എന്നെ കണ്ടാലും കടവും വണ്ടിയൊക്കെ ഓടുന്നതുകൊണ്ട് കടം എത്ര നാൾക്കും അറിയാം. ഏകദേശം 88 ലക്ഷം രൂപ. അവസാനം 2016 ഒക്ടോബർ മാസം 10-ാം തീയതി ആയപ്പം 88 ലക്ഷം രൂപ കടം. ഈ എത്ര ലക്ഷം രൂപ കടം നിൽക്കുമ്പോഴത് ആർക്കും അറിയാൻ പറ്റില്ല. ഫ്രൂട്ട്സിന്റെ ഉണ്ട്, ബ്ലേഡിന്റെ ഉണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ദിവസം രാവിലെ ഇന്നപ്പോൾ ഒരാളെന്നെ ഭയങ്കരമായിട്ട് കായ്കുളത്തുള്ള ഒരു മുതലാളി സിദ്ധിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് ഭയങ്കര പ്രശ്നമായപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നാട് വിടാം. ഈ വിശ്വാസത്തിൽ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ചെയ്യണം എന്നുള്ള പ്ലാനിൽ അവസാനം ഇരുന്ന് ഒരു 46,000 രൂപയും കൊണ്ട് എൻ്റെ കാറും എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാം. ആദ്യം ഒന്ന് വാഗമണിൽ പോയി. നേരത്തെയൊക്കെ കറങ്ങിയ സ്ഥലങ്ങൾ കുറേ ദൈവദാസന്മാരെ പരിചയമുണ്ട്. അവിടെ ചെന്ന് യാദൃച്ഛികയോ ജോസഫ് എന്ന് പറഞ്ഞൊരു ദൈവദാസനെ ഞാൻ കാണുന്നു പ്രൈസിലോ. അപ്പൊ അദ്ദേഹം അവിടെ വെച്ച് എന്തോ ചോദിച്ചു, ഞാൻ പറഞ്ഞ് കറങ്ങാൻ വന്നേന്നു പ്രൈസിലോ. അപ്പൊ കറങ്ങാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ പ്രൈസിലോ ഹാലലിയ ഇന്നതാ സംഭവം ഒന്നും അറിയുന്നില്ല, പാസ്റ്റർക്ക് വല്ലതും പ്രവചിച്ച് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ പാസ്റ്റർ അന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൺവെൻഷനുകളിൽ പ്രസംഗിക്കും, അങ്ങനെ ഇങ്ങനെ കുറേ ദൂതുകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചാവാൻ വന്ന് കയ്യിലൊന്നുമില്ല, മൊത്തം കടവും വന്ന് എൻ്റെ കൺവെൻഷനിൽ പ്രസംഗിക്കും, വീണ്ടും നിന്നെ ദൈവം മടക്കിക്കൊണ്ട് വരും, ദൈവം ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് അത്രയും പിടി കിട്ടുന്നില്ല. അവൾ ആകെ തകർന്നു പോയി. കാരണം അവൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണ്. വിവാഹം കഴിഞ്ഞ് 3 വർഷമേ ആയിട്ടുണ്ട് പ്രൈസൽവാട്. അവസാനം കടന്നു വന്നിട്ട് ഞങ്ങൾ വാഗമണിയിൽ നിന്ന് നേരെ അങ്ങ് ചെന്നൈക്ക്, അല്ലെങ്കിൽ ഈ കമ്പത്ത് തോട്ടത്തിൽ നിന്ന് മുന്തിരികൾ വരുന്നുണ്ട്, നേരെ അങ്ങോട്ട് ഒരു ദിവസം അങ്ങനെ 5-6 ദിവസം ഉള്ള പൈസ ഉണ്ട്, വണ്ടിയുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പക്ഷെ അന്ന് രാത്രി ആയപ്പോൾ മുതൽ വീട്ടിൽ ഭയങ്കര പ്രശ്നം, എന്നെ കാണുന്നില്ല, ആകെ വിഷയം. എൻ്റെ ചേട്ടൻ ഞാനൊരു 50,000 രൂപ കടം ചോദിച്ചായിരുന്നു അന്ന് രാവിലെ. അന്നേരം 50 തന്നാണെങ്കിൽ 5 ദിവസം അവിടെ ചിലപ്പോൾ ഓടിപ്പോയേനെ. ഞാനതാ ചിന്തിക്കുന്നത്. അവൻ തന്നില്ല പ്രൈസലോട്. ഏറ്റവും അവസാനം ഞങ്ങൾ അവിടെ ചെന്ന് മധുരയിൽ ചെല്ലുമ്പോഴത്തേക്കാണ് പ്രൈസലോട്. അല്ലെ അതൊക്കെ ഓർക്കുമ്പോഴാ ദൈവത്തിന്റെ വിശ്വസ്തത. ഞാൻ കരയും രാത്രിയിലൊക്കെ ഇരുന്നിട്ട്. മധുരയിൽ ചെന്നിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ വൈഫിന്റെ ആങ്ങള പറഞ്ഞു ചെന്നൈയിലേക്ക് വാ. അവൻ ചെന്നൈ താജില വർക്ക് ചെയ്യുന്നത്. അവൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അവൻ ബിസിനസ്സുകാരനായതുകൊണ്ട് അവന് സംശയം തോന്നി. അപ്പൊ അവരുടെ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ബാംഗ്ലൂരിന് ടൂർ പോവാം, എനിക്ക് അവിടെ ഫ്രൂട്ട്സ് എടുക്കുന്ന ബന്ധങ്ങളുണ്ട്, എല്ലാം ചെന്നെത്തിയാൽ മതി, വേറെ ചിലവൊന്നുമില്ല. അങ്ങനെ മധുരയിൽ വെച്ച് ചെന്നൈയിലേക്ക് വിളിച്ച് ഞാൻ അവസാനം പറഞ്ഞത് ചെന്നൈ പോയി 2 ദിവസം താമസിക്കാം. അവനങ്ങ് നിർബന്ധിക്കുക വിളയ്ക്കണം. നാളെ ദിവസം കരഞ്ഞ് വിളിക്കുക, പെങ്ങളല്ലേ, അവർ 2 പേരേ ഉള്ളൂ പ്രൈസിലോട്. അങ്ങനെ മധുരയിൽ വെച്ച് ഞാൻ വീണ്ടും ചെന്നൈക്ക് പോകാനായിട്ട് അന്ന് ഇതുപോലെ നമ്മൾ എന്താ പറയുക ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വയ്യ.
ആ മധുര മീനാക്ഷി കോവിലിന്റെ അവിടെ നിന്ന് കറങ്ങി ഞങ്ങൾ അതിനകത്ത് കയറി അങ്ങ് കണ്ട് പെന്തക്കോസ്തുകാരുടെ വിശ്വാസം അവിടെങ്കിലും ഒന്ന് കാണാൻ എന്തായാലും പോവാ. ഒന്നിച്ചാവല് മരണം കേരളത്തിൽ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അവിടെ വെച്ചിട്ട് വണ്ടി ചെന്നൈയിലേക്ക് തിരിയുമ്പോൾ ഈ വണ്ടി എങ്ങനോ കറങ്ങി വേറൊരു വഴിയിലോട്ട് വരിക. രണ്ടാമത് വീണ്ടും ഞാൻ വന്നിട്ട് വീണ്ടും രണ്ടാമത് ആ വഴിയെ തന്നെ കറങ്ങി വന്നു. മൂന്നാമത് വീണ്ടും ഞാൻ അതിലേക്കൂടെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഒരു പ്രാന്തനെ പോലെ എന്റെ ഭാര്യ നിന്ന് കരയാൻ തുടങ്ങി. പ്രൈസിനോട് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്റെ വണ്ടി ആരോ പിടിച്ച് തിരിക്കുന്നതോടെ ഞാൻ അവിടെ നിന്നങ്ങ് പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. ആ മധുര റോഡിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോഴാണ് രാമേശ്വരം എന്നൊരു ബോർഡ് കാണുന്നു. പ്രൈസിനോട് രാമേശ്വരം എന്നൊരു ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് 2006 എന്നെ തലയിൽ കൈവച്ച് പിടിച്ചിട്ട് ആ ദൈവദാസൻ പറഞ്ഞതും ഈ രാമേശ്വരത്ത് എംബോലോസ് പാസ്റ്ററെ ഓർക്കുന്നതും ദൈവം ഇങ്ങനെ സ്ക്രീനിൽ വരുന്നോണം അവിടെ വെച്ചിട്ട് എന്റെ സ്വബോധം പോയിട്ട് ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്റെ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അവള് മർത്തോമയെന്ന് വന്ന് വിശ്വാസം ഇറങ്ങിയിട്ട് ഇത്ര നാളെ ആവുന്നുള്ളൂ, എന്തുവെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, എന്നെ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒത്തിരി ദൈവമുമ്പാകെ സമർപ്പിച്ചതാ. ഓരോ നന്മയ്ക്ക് ഞാൻ ദൈവമുമ്പാകെ ഉടമ്പടി ചെയ്തിട്ടാണ് പ്രാപിച്ചത്. പ്രൈസലോട് എനിക്ക് നാളെ രാവിലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ രാത്രിയിലിരുന്ന് കർത്താവ് ഇങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്യുമായിരുന്നു. പിറ്റേന്ന് ദൈവം ചെയ്യുമായിരുന്നു. ദൈവം വിശ്വസ്തനാ. അവിശ്വസ്തനായി പോയത് നമ്മളാ. പ്രൈസലോട് നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നത് പാപമെന്ന് സഭാപ്രസംഗി പറഞ്ഞത് എന്റെ ജീവിതത്തിൽ വന്ന കുഴപ്പം. ഞാൻ പലതും ദൈവത്തോട് നേർന്ന് പ്രൈസലോട് പ്രയാസത്തിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി എന്ന് പറയും, കർത്താവ് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാമെന്ന്. പ്രൈസലോട് പക്ഷെ കാര്യം കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ അടിമ വീട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ട് പിന്നത്തേതിൽ അവർ മത്സരിച്ചതുപോലെ പ്രൈസലോട് ഞാൻ പലപ്പോഴും ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചത് കൊണ്ടാ എന്നെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി ചെയ്തിട്ട് ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയാം, ഉടമ്പടി ചെയ്തിടത്തെല്ലാം ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. അപ്പൊ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്ന പാപം എന്ന് പറയുമ്പോൾ ഓരോ ന്യൂ ഇയറിനും എടുത്ത തീരുമാനമൊക്കെ എനിക്കറിയാം. ഓരോ പ്രശ്നത്തിന് മുമ്പ് എടുത്ത തീരുമാനം അറിയാം. അത് പാപമാ. പിന്നെ നമ്മൾ വലിയ മദ്യപിച്ചില്ലെങ്കിലും പുകവലിച്ചില്ലെങ്കിലും വന്നിരിക്കുന്ന പാപം നമ്മൾ വരുത്തി വെച്ച, നമ്മുടെ നാവ് കൊണ്ട് വരുത്തി വെച്ച, നീ 10 ദിവസം ഉപവസിക്കാമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ കയറി പറഞ്ഞതാ. ബൈബിളോട് അടുത്ത 7 ദിവസം നമുക്ക് ഉപവസിക്കാം പറഞ്ഞത് നമ്മുടെ എന്താ വികാരത്തിലേക്ക് പറയുക. പ്രൈസലോട് നേർന്നത് ആരോടാ? പ്രൈസലോട് നേർന്നിട്ട് നിവർത്തിക്കാതിരുന്ന ആരോടാ? തീക്ഷ്ണതയുള്ള ദൈവത്തെ, ഈ ദൈവത്തെ നമ്മളെ പോലെ ഒരുവനെ പോലെ നമ്മൾ കണ്ട്. പ്രൈസലോട് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരുന്നപ്പോ നീ മനുഷ്യനാണ് ചിന്തിച്ചെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ പല പാപം ചെയ്തിട്ടും ദൈവം ശിക്ഷിക്കാതിരുന്നപ്പോ നമ്മളിൽ ഒരുവനെ പോലെ ദൈവത്തെ നമ്മൾ കണ്ട്. ഈ അത്യുന്നതനായ ദൈവത്തെ നമ്മളെ സൃഷ്ടിച്ച് ഇന്നും ജീവനോട് നൽകിയിരിക്കുന്ന ദൈവങ്ങൾക്കെല്ലാം അതിൻ്റെതായ സാക്ഷ്യങ്ങൾ കാണും. പ്രൈസലോട് എവിടെ നിന്നാ കൊണ്ടുവന്നേ, എങ്ങനെ കൊണ്ടുവന്നേ, ഇപ്പൊ എങ്ങനെ നിൽക്കുന്നേ, ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ കണ്ടപ്പോ പഴയത് മറന്നു നോക്കുമ്പോ ഈ ദൈവമല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി പോയേനെയായിരുന്നു. പ്രൈസലോട് ഞാനിത് പലപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസലോട് അവിടെ വെച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രൈസലോട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഷായിച്ചാന്റെ കോള് വരുന്നു. ഹാർവസ്റ്റീവിലെ മാറാന്ന ഷായിച്ചാന്റെ. ഞാനിങ്ങനെ രാമേശ്വരത്ത് വന്നു. ഈ കടത്തിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. പ്രൈസലോട് എറണാകുളം തന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവാസനോട് മാത്രമേ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളൂ. ഞാനിങ്ങനെ തകർന്ന് നാട് വിടുകയാണെന്ന്. പ്രൈസലോട് ഹല്ലേലൂയ. അങ്ങനെ അവസാനം ആ രാമേശ്വരത്ത് ബോർഡ് കണ്ട് അദ്ദേഹം പറഞ്ഞു, നേരെ അവിടെ വന്നില്ല, ധനുഷ്കോടിയും കൂടെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. പ്രൈസലോട് അങ്ങനെ രാമേശ്വരത്ത് ചെന്ന് താമസിച്ചിട്ട് എനിക്കപ്പോൾ ഈ ദൈവദാസം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഈ ദൈവദാസം അനേക ദൈവരാജ്യങ്ങളിലൊക്കെ പോയി അനേക രാജ്യങ്ങളിൽ പോയി വലിയ ചർച്ചകളിലൊക്കെ ശുശ്രൂഷിക്കുന്ന ആള് ഈ തീവ്രയായ കടം കയറി മുടിഞ്ഞിരിക്കുന്ന എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യൂ. ഞാൻ അങ്ങനെ അതുവരെയും ചിന്തിച്ചിരുന്നു. ആ ദൈവദാസം നമ്മൾ പലരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നത് അങ്ങനെ. ഞാൻ നോക്കിയപ്പോൾ ബൊളീവിയയിലും പല സ്ഥലങ്ങളും ഞാൻ യൂട്യൂബിൽ കാണുന്നു. ഇത്രയും വലിയ ദൈവദാസം എന്നെ കണ്ട ഇവിടേക്ക് വലിയ ദൈവദാസന്മാർ പറഞ്ഞാൽ കാണുമെന്നാണ് വിചാരിച്ചു. എന്തായാലും അന്നവിടെ നിന്നു. പിറ്റേന്ന് ഞായറാഴ്ച ആരാധന മുടക്കത്തിലായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ രാവിലെ കാറെടുത്ത് എംബോലോസ് പാസ്റ്റർ ചർച്ചിന്റെ മുമ്പിൽ ചെല്ലുന്നു. പ്രൈസലോട് ആ ചർച്ചിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട്. പ്രൈസലോട് വലിയ ചർച്ച, പ്രയത്നമൊക്കെ ഉണ്ട്. സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇന്നൊരു പ്രത്യേകതയുണ്ട്, പാസ്റ്റർ മക്കളും എല്ലാം ഇന്ന് നാട്ടിലുണ്ടെന്ന്. പ്രൈസലോട് അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ ആരാധിക്കുന്നപ്പോൾ ഞാൻ ഒരു ഭയങ്കര ചർച്ച ആയിരിക്കും. ഇതിൽ ഒരു 10-250 പേരുള്ള ഒരു ചർച്ച. ഞാനും വൈഫും കൂടെ അതിന്റെ പുറകിൽ ചെന്നിരിക്കുമ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇസ്രായേൽ എന്നാണ് തോന്നുന്ന പേര്. അദ്ദേഹം ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, കൊല്ലത്ത് നിന്ന് വരുവാണ്, കൊല്ലത്ത് നിന്ന് വരുവാണോ? പ്രൈസലോട് ഞാൻ പറഞ്ഞാണ് കൊല്ലം കൊട്ടാരക്കര. അപ്പൊ കൊട്ടാരക്കര കൊല്ലമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ് കൊല്ലം കൊട്ടാരക്കര. അത് പപ്പ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരാൾ ഇവിടെ എത്തുമെന്ന്. പ്രൈസലോട് അതുകൊണ്ട് പപ്പയെ കണ്ടിട്ടേ പോകാവില്ല. അപ്പൊ അംബോലോസ് പാസ്റ്ററെ കണ്ടിട്ടേ ഞാൻ പോകാവുന്നു. പ്രൈസലോട് ഞങ്ങൾ ആരാധന കഴിഞ്ഞു. അവിടെ മുതൽ എൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ തുടങ്ങി. പ്രൈസലോട് എന്റെ ആ ഭയം അങ്ങ് മാറി. ഇവിടുന്ന് എങ്ങനെയാ വന്നേ, ഈ കടത്തിന്റെ പ്രശ്നം ഇതൊക്കെ അങ്ങ് മാറി. പ്രൈസലോട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ പൗലോസ് പാസ്റ്റർ വിളിച്ച് തലേ കഴിച്ചത് പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഇവിടത്തെ ഉള്ളായിരിക്കും, അപ്പോൾ ഒരു ബലം കിട്ടുമായിരിക്കും. ഇതൊക്കെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക.
അപ്പൊ അദ്ദേഹം അതിന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു, ഞാൻ താമസിക്കുന്ന റൂം നമ്പർ വാങ്ങിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എംബോലോസ് പാസ്റ്റർ തന്നെയാണോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാൻ വേറൊരു ലോകത്തായി, ഈ കടമൊക്കെ അങ്ങ് മറന്നു. പ്രൈസലോട് അങ്ങനെ നിന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര മണിക്ക് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ആരാനോ. ഞാൻ എപ്പോഴും കുഴപ്പമില്ല പറഞ്ഞത്, 2 മണിയാകുമ്പോൾ ഞാൻ ഒരു ആല് നിൽപ്പുണ്ട്, അതിന്റെ മൂലയ്ക്ക് വരുമെന്ന് പറഞ്ഞു. പ്രൈസലോട് ആ ആലൊരു 5 പേര് പിടിച്ചാൽ പറ്റാത്തൊരു ആല്. അവിടെ പണ്ട് പുള്ളി അവിടെ സുവിശേഷ വലിയായിട്ട് നിന്നപ്പോൾ ആലിന്റെ മൂലയ്ക്കാണ് എപ്പോഴും വന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലം. അപ്പൊ ഞാൻ വണ്ടി കൊണ്ടുവരണോ, നിങ്ങളുടെ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു പ്രൈസലോട്. അപ്പോഴും എനിക്കറിയത്തില്ല ഇങ്ങനൊരു ദൈവാസം എന്റെ കൂടെ വരുമെന്ന് പ്രൈസലോട്. അങ്ങനെ ആ 2 മണിയായപ്പോൾ ഞാനും വൈഫും കൂടെ വണ്ടി എടുത്തുകൊണ്ട് വയ്ക്കും, ആലിന്റെ മൂട്ടിൽ ആ ബാഗും ഒക്കെ തൂക്കി ദൈവാസനം അങ്ങനെ നിൽക്കുമോ. പ്രൈസലോട് എന്നെ അവിടെ കയറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സുവിശേഷ വേല നടന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി എന്നെ. പ്രൈസലോട് അമ്മ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആന്റി വിളിക്കും, ഷുഗറിന്റെ എങ്ങാണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് 70 വയസ്സ് കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യരുതെന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ ദൈവദാസന് എന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആത്മാവ് പ്രേരണ കൊടുത്തു. പ്രൈസലോട് അങ്ങനെ അവിടെ എല്ലാം കൊണ്ട് നടന്ന് പ്രൈസലോട് കാണിച്ച അവസാനം ആ പാമ്പൻ പാലത്തിലേക്ക് കൊണ്ട് നിർത്തി. ഞാൻ കുറെ ഫോട്ടോസൊക്കെ എടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനകത്ത്. അവിടെ നിന്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവവേലയ്ക്ക് കണ്ടവനെ എവിടെ പോയാലും ദൈവം കൊണ്ടുവരും. പ്രൈസലോട് നിങ്ങൾ ചിന്തിക്കും കച്ചവടം പൊളിഞ്ഞു, സകലതും പൊളിഞ്ഞു, എല്ലാമാണെന്ന് ചിന്തിക്കും. പ്രൈസലോട് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. കൈ ഉയർത്തിക്കൊണ്ട് പാമ്പൻ പാലത്തിൽ നിന്ന് എന്നോട് സംസാരിച്ച ഒരൊറ്റ ദൂതേ ഉള്ളൂ, സഹോദരനോട് വേറെ ദൂതൊന്നും ഇല്ലെന്ന്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവവേലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചെല്ലാമെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ച് ഞാൻ കൊട്ടാരത്തിൽ എത്തുന്നവര് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ ഇത്രയും വലിയ ദൈവാസനെ ഒഴിവാക്കി എന്നൊക്കെ ചോദിച്ച് പിന്നെയും വിളിക്കുന്നു. പിന്നീട് ഞാൻ വിളിക്കുമായിരുന്നു പ്രൈസലോട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് അവിശ്വസ്തത കാണിച്ച് ഉടമ്പടി ലംഘിച്ച് ഞാൻ ദൈവത്തെ പറ്റിച്ചു പോയിട്ടും ദൈവം എന്നെ കറക്കിയിലേക്ക് കൊണ്ടുവന്നത്. പ്രൈസലോട് ഞാൻ ചുരുക്കി വേദി പറയാം, പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും കൊട്ടാരത്തിൽ എത്തി. പ്രൈസലോട് നിൽക്കാൻ പറ്റത്തില്ല. വീണ്ടും ഒരാഴ്ചയാണ് കഴിഞ്ഞ കൊട്ടാരത്തിൽ എത്തുന്നേ. എറണാകുളത്തൊക്കെ വന്ന് വീണ്ടും ഒളിച്ചു താമസിച്ചിട്ടാ വരുന്ന കാര്യം. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. പ്രതികൂലമായി നിന്നവരൊക്കെ അനുകൂലമായി, ഷോർട്ടായിട്ട് പറയാം, പ്രൈസലോട് ദൈവം മടക്കി കൊണ്ടുവന്ന് ഒത്തിരി കാര്യങ്ങളിലേക്ക് ക്രമീകരിച്ച് ദൈവം കുറേശ്ശെ പടിപടിയായി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. പ്രൈസലോട് ഹല്ലേലൂയ. പ്രൈസലോട് വീണ്ടും ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. ഈ മറുതലിക്കാൻ തുടങ്ങിയെങ്കിൽ ഞാൻ ഒന്ന് പറയാം. പ്രൈസലോട് സങ്കീർത്തനം 119:75 ദാവീദ് ഇങ്ങനെ പറയുന്നു, ദൈവമേ നിന്റെ വിശ്വസ്തത എന്നെ താഴ്ത്തിയിരിക്കുന്നെന്ന്, നിന്റെ വിധികൾ നേരുള്ളവയെന്ന്. പ്രൈസലോട് ഇന്ന് ഏതെങ്കിലും താഴ്ചയിലോ ഏതെങ്കിലും ദുഃഖത്തിലോ ആയിരിക്കുന്നെങ്കിൽ തിരുവചനം ഉറപ്പിക്കുകയാ, ദൈവത്തിന്റെ വിശ്വസ്തതയാ നമ്മളെ താഴ്ത്തിയിരിക്കുന്നത്. നമ്മൾ ഉയരാൻ വേണ്ടി നിൽക്കുന്നവരാ. പ്രൈസലോട് അങ്ങനെ കർത്താവ് പറയാ, എന്റെ വിശ്വസ്തതയാ നിന്നെ താഴ്ത്തിയിരിക്കുന്നതെന്ന്. പ്രൈസലോട് ആ ദൈവത്തിന്റെ വിശ്വസ്തതയോട് താഴ്ത്തിയിരിക്കുന്ന എന്താ? ഈ ഭക്തനെ ദൈവത്തിന് നിത്യത വേണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തി, കുറച്ച് ബിസിനസ് നടത്തി എന്നെ ഇവിടെ സന്തോഷിപ്പിക്കാനല്ല ദൈവം വിളിപ്പിച്ചേക്കുന്നത്. ഞാൻ ഒത്തിരി പേരെ സുവിശേഷത്തിൽ കൊണ്ടുവന്നപ്പോ ഇതാ പ്രശ്നം മാറും, കടം മാറി, രോഗം. എന്റെ കടം മാറിയിട്ട് കർത്താവിന് എന്താ? എന്റെ രോഗം മാറിയിട്ട് കർത്താവിന് എന്താ? പ്രൈസലോട് കർത്താവിനോട് നമുക്ക് പറഞ്ഞിരിക്കുന്ന നിത്യതയിൽ നമ്മൾ ഇല്ലെങ്കിൽ ഈ ലോകത്ത് 500 കോടി ഞാൻ സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ? പ്രൈസലോട് എനിക്ക് ആ 88 ലക്ഷം രൂപ കടം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് നാഗ്പൂരിൽ പോയി പർച്ചേസ് ചെയ്യുന്ന വലിയൊരു മോലാളിയായനെ. പ്രൈസലോട് കടം വന്നതിനായി ഞാൻ സ്തോത്രം പറയാം ആത്മാർത്ഥതയോടെ. എന്റെ വൈഫും ഞാനും എപ്പോഴും സ്തോത്രം പറയുന്നത് കടം വന്നതിനാ. പ്രൈസലോട് അല്ലെങ്കിൽ ഈ ദൈവത്തെ എങ്ങനെ അറിയത്തില്ലായിരുന്നു. പ്രൈസലോട് ഞാൻ വേദത്തിലുള്ള സാക്ഷ്യം നിർത്തി. ഞാൻ മടങ്ങി വന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഹെപ്സീബ ചർച്ചിൽ വെച്ച് രാകേഷ് ബ്രദറിന്റെ ഒരു അമ്മ വന്ന്, ചന്തമുക്കുള്ള നമ്മുടെ ഗണപതിപുരത്തിന് മുന്നിലുള്ള ഒരു പയ്യനാണ് രാകേഷ് എന്ന് പറഞ്ഞ ഒരു മദ്യപാനിയായ ഒരു പയ്യൻ, ഒരു RSS പ്രവർത്തകൻ, മുഴു മദ്യപാനിയായിപ്പോയി. അദ്ദേഹത്തിനോട് ഇത് സുവിശേഷം പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ വന്ന് പറയുന്നു. അമ്മ വന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്ന സമയത്ത് ഒക്കെ പുള്ളി എതിർക്കുന്നു. എന്തായാലും 2019 അദ്ദേഹത്തിനെ ആലപ്പുഴയിൽ ഞങ്ങളുടെ ഡീഅഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പുള്ളി പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെട്ടിട്ട് 2019 ജനുവരി മാസം 5-ാം തീയതിയാണെന്ന് തോന്നുന്നു, എറണാകുളം YMC ഹാളിലുള്ള അവിടെ വെച്ച് ഇദ്ദേഹത്തിന് അമ്മയെ അവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ ആ ഹോളിൽ ഇരിക്കുമ്പോൾ മൊറാർജി അലക്സ് എന്ന് പറഞ്ഞ അവിടുത്തെ ആലപ്പുഴയിലെ ദൈവദാസൻ അന്ന് ശുശ്രൂഷിക്കാതെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് മൈക്ക് എൻ്റെ കൈ തരുമോ? ഞാൻ ഞെട്ടി നിൽക്കുമോ. അതുവരെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല. മറ്റേ വാഗമണി ഇത് കേട്ടിട്ടേ ഉള്ളൂ, ചർച്ചകളിലൊക്കെ പ്രസംഗിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ പ്രസംഗിക്കണമെന്ന് അറിയത്തില്ല. കണ്ണം ബ്രദർ പറഞ്ഞു, ഞാൻ 4 മാസം മുമ്പ് വെട്ടാൻ ഇരുന്ന ഷൈജു ബ്രദർ ഞാനോട് ഒരുമിച്ച് ആരാധിക്കുന്നെങ്കിൽ ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. ഒരു അക്രൈസ്തവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ സാക്ഷ്യത്തെ പറഞ്ഞു, 4 മാസം മുമ്പ് ഷൈജു ബ്രദറും ഭാര്യയും കൂടെ വന്നപ്പോൾ ഞാൻ വാളെടുത്ത് വെട്ടാൻ വേണ്ടി മുഴുത്തെറി വിളിച്ച് എന്നെ കേൾക്കാത്ത അസഭ്യം പറഞ്ഞ ഷൈജു ബ്രദറും ഞാനും കൂടി 4 മാസം കഴിഞ്ഞ് ഒരേ ആരാധനയ്ക്ക് ഇരിക്കുന്നു.
പ്രവർത്തിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന അത് ജീവനുള്ള ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ അവന്റെ മാനസാന്തരമാണ് എന്നെ ദൈവത്തിലേക്ക് വീണ്ടും ഉറപ്പിച്ചത്. അവിടെ വെച്ച് കുറെ ശുശ്രൂഷകളിലേക്ക് പാനും പിന്നീട് ഒക്കെ പാനുമായിട്ട് ദൈവം ഇടവരുത്തി. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. എത്രത്തോളം ദൈവത്തെ പറ്റിച്ച് നടന്നിട്ടും വിശ്വസ്തനായ ദൈവം നമ്മളെ താങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ഞാൻ പറയുന്നു, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്, വേദനകളുണ്ട്. കാരണം ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിധി എന്നൊക്കെ പറയും, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ സാഹചര്യം അതൊക്കെ സംഭവിച്ചെന്ന് പറയും. ദൈവമക്കളുടെ ജീവിതത്തിൽ വിധി എന്ന ഒന്നില്ല. ഇനി എത്ര വലിയ വിധി ലോകം എഴുതി വെച്ചാലും പൈശാചികൻ എഴുതി വെച്ചാലും ഇന്നു രാത്രിയിൽ ആ വിധിയെ മാറ്റാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ ഞാൻ ഇവിടെ കടന്നു വന്നത് പോലും വൈകിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി പോകുന്ന കുറച്ച് പാസ് വേറൊരാളെ തിരക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പാസ്റ്റർ ഇങ്ങോട്ട് പറയുമ്പോഴും പ്രൈസ് ദി ലോർഡ് വീണ്ടും പാസ്റ്ററുമായിട്ട് തന്നെ കടന്നു വന്നെങ്കിലും ഇങ്ങനെ സാക്ഷ്യം ഇന്ന് ഈ മുളവനെ വെച്ച് ഇങ്ങനെ പറയണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ഉറപ്പിച്ച് പറയുന്നു, ഇത്രത്തോളം ദൈവത്തെ പറ്റിച്ച് നടന്ന എന്നെ ഇത്രത്തോളം മാനിച്ചെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇത്രത്തോളം നീറ്റിയെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കുന്ന നിങ്ങളെയൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം അധികം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മനസ്സിലാക്കുക, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഇനി എത്ര നേടിയെന്നല്ല, എത്ര ചെയ്തെന്നുള്ളതല്ല, ഈ ചെയ്ത് നമ്മൾ നിൽക്കുന്നോ എന്നുള്ളതാണ്. വീഴുന്നെന്ന് നിൽക്കുന്നെന്ന് തോന്നുന്നു, വീഴാതിരിക്കട്ടെന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ചില സമയത്ത് ഈ 2019 മുതൽ കുറച്ച് സുവിശേഷ വേലയ്ക്കായിട്ടൊക്കെ ഓടി, ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ ബ്രദറുമായിട്ടൊക്കെ പരിചയം, ഞങ്ങൾ ഒരുമിച്ച് വാഗമണിലൊക്കെ പോയി ശുശ്രൂഷിക്കുക ചെയ്തു. ഈ സമയത്തൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അന്ന് കൺവെൻഷൻ പ്രസംഗിക്കുമെന്ന് എങ്ങനെ അറിയാത്ത ഞാന് തിരുവനന്തപുരത്തിനപ്പുറം മാർത്താണ്ഡം അവിടെ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. ഇതൊക്കെ കണ്ട് പെട്ടെന്ന് ഇങ്ങനെ പല രീതികളിലേക്ക് വന്നപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് നിഗളിച്ചു പോയി. എന്തോ ഒരു സംഭവമായെന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ആയെന്ന് തോന്നിയോ വീഴാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ആയെന്നോ എന്തെങ്കിലും നേടിയെന്നോ മനസ്സിലൊന്ന് വരുന്ന ഈ നിഗളം കൊണ്ടുവരുന്ന ആരാ? പിശാച. ഞാൻ നിന്റെ ഒപ്പം കേറും, ഞാൻ നിനക്ക് സമനാകുമെന്ന് പറഞ്ഞു വെട്ടേറ്റ് വീണതുപോലെ ദൈവമക്കളുടെ ഇടയിലെല്ലാം ഈ നിഗളം കയറ്റുവാൻ പിശാചി ഓടി നടക്കുക. അവന് ദൈവമക്കളെ വീഴിക്കാൻ ഏറ്റവും വലിയ മാർഗമാണ് ദ്രവ്യാഗ്രഹവും പ്രൈസ് ദി ലോർഡ് നിഗളവും. കാര്യം എനിക്ക് കുറച്ച് വചനം സംസാരിക്കുമ്പോൾ കൊള്ളാൻ പിള്ളേരുന്ന 2 പാസ്റ്റർമാർ പറയുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമായി, ബൈബിൾ കോളേജിൽ പോലും പഠിക്കാത്ത ബ്രദർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ ഏതോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പോയി. ഒരു സംഭവമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ആയെന്ന് തോന്നുന്നെങ്കിൽ ഒന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധി താഴുന്നല്ലാതെ നമുക്ക് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. 2016 മരിച്ചു പോകേണ്ട, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ നാട് വിട്ടു പോകേണ്ട എന്നെ ദൈവം വീണ്ടും മടക്കി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന ദൈവസഭയോടും പ്രൈസ് ദി ലോർഡ് ദൈവദാസന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്.